എല്ലാവർക്കും RJ's മാൻ പവർ ട്രെയിനിങ്ങിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീടിനായി നന്ദി പറയുന്നത് എല്ലാവരുടെയും ഏറ്റവും വലിയ ഒരു സ്വപ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് സന്തോഷത്തിലും സമാധാനത്തിലും സമൃദ്ധിയിലും സ്വാതന്ത്ര്യത്തിലും ജീവിക്കാൻ സാധിക്കുന്ന ഒത്തൊരുമ നിറഞ്ഞ ഒരു നല്ലൊരു വീട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കിന്ന് നമ്മുടെ വീടിനായി നന്ദി പറയാം. ഇന്നത്തെ ദിവസം മുഴുവനും നമ്മുടെ വീട്ടിലെ ഓരോരോ കാര്യങ്ങൾ എടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഓരോ സുഖസൗകര്യങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോഴും അതിനായി എല്ലാം നമ്മൾക്ക് ഇന്ന് നന്ദി പറയാം. നമ്മളൊരു സോഫയിലിരിക്കുമ്പോഴും കട്ടിലിൽ കിടക്കുമ്പോഴും നമ്മളൊരു പാത്രമെടുത്ത് ഉപയോഗിക്കുമ്പോഴും ഫാൻ കറക്കുമ്പോഴും AC ഓണാക്കുമ്പോഴും എല്ലാം ഒരു ബൾബ് ഓണാക്കുമ്പോഴും എല്ലാത്തിനും നമ്മളിന്ന് നന്ദി പറയണം നമ്മുടെ മനസ്സിൽ. അത് കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ഓരോരോ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് അതിന് നന്ദി എഴുതുകയും വേണം. നമ്മുടെ വീട് പണിത പണിക്കാർക്കും അതിന് പൈസ നമ്മളിലേക്ക് വന്നു ചേർന്നതിനും അതിനായി നമ്മൾ അധ്വാനിച്ച ആ ജോലിക്കും ആ ജോലി ചെയ്തുണ്ടാക്കിയ പണത്തിൽ നിന്നായിരിക്കുമല്ലോ മിക്കവാറും നമ്മൾ വീട് പണിതിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിനും എല്ലാത്തിനും ഓരോരോ സാഹചര്യങ്ങളെയും ഓർത്തുകൊണ്ട് ഇന്ന് നമ്മൾ നന്ദി പറയണം. അതേപോലെ നമ്മുടെ വീട്ടിൽ ശാന്തിയും സന്തോഷവും നിറയണമെങ്കിൽ നമ്മൾ ഓരോരോ മനുഷ്യരിലും നന്മകൾ നിറയണം, നല്ല ചിന്തകളാൽ നമ്മൾ നിറയണം. വാസ്തു ഇതെല്ലാം ഒരു 10% മാത്രമേ നമ്മുടെ സൗഭാഗ്യങ്ങളെ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളെ ബാധിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ 90% ശാന്തിയും സമാധാനവും എല്ലാം നമ്മുടെ കൈവശമാണിരിക്കുന്നത്. നമ്മുടെ നല്ല ചിന്തകളും നല്ല പെരുമാറ്റങ്ങളും, നല്ല ചിന്തയിൽ നിന്നാണ് നല്ല പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ സംസാരത്തെയാണ്, അതായത് നമ്മുടെ ചിന്തയാണ്. അപ്പോൾ നമ്മൾക്കിന്ന് നമ്മുടെ വീടിനായി നന്ദി പറയാം. ഓരോ വ്യക്തിയുടെയും സ്വപ്നമാണത്. ഇത് വീടില്ലാത്ത എത്രയോ പേരെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾക്കൊരു വാടക വീടാണെങ്കിൽ പോലും അതിന് നമ്മളിന്ന് നന്ദി പറയണം. കാരണം നമ്മൾക്ക് കയറി കിടക്കാൻ വാടക വീടുണ്ടല്ലോ, വാടക കൊടുക്കാൻ നമ്മുടെ കൈവശം പണമുണ്ടല്ലോ. അതില്ലാത്ത പലരും ഈ ലോകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോരോ സൗഭാഗ്യങ്ങളും മറ്റുള്ള ഓരോരുത്തരുടെയും സ്വപ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് നമ്മുടെ വീടിനായി നമ്മൾക്ക് നന്ദി പറയാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.